മച്ചാന്മാരെ, ഇന്ന് ഞാൻ ഒരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മുഴുവനോടെ കാണണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ എൻ്റെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ ഞാനിടുന്ന ഓരോ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. ഇന്നത്തെ നമ്മുടെ കണ്ടൻറ്റ് എന്ന് പറയുന്നത്, ഒറ്റ ദിവസം കൊണ്ട് ബേസ്മെൻറ്റ് കെട്ടി, ഹോളോ ബ്രിക്സ് കെട്ടി, അതിൻ്റെ മുകളിൽ ഹോളോ ബ്രിക്സ് കെട്ടി, അതിൻ്റെ മുകളിൽ ബോർഡർ പ്ലാസ്റ്റിങ് ചെയ്യുകയാണ്. അത് ഒറ്റ ദിവസത്തെ വർക്കാണ്. അപ്പോൾ ആ ഒരു വീഡിയോ ആണ് നിങ്ങളെ ഇന്ന് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. പിന്നെ ചെയ്യുന്ന സമയമല്ല നോക്കുന്നത്, എപ്പോൾ തീർത്തു. നമ്മൾ വർക്ക് തുടങ്ങുമ്പോൾ എപ്പോൾ തുടങ്ങി എന്ന് നോക്കരുത്, എപ്പോൾ തീർത്തു, എങ്ങനെ തീർത്തു എന്നാണ് നോക്കേണ്ടത്. ഇതിപ്പോൾ നമുക്ക് വളരെ ചിലവ് ചുരുക്കി, വളരെ ചിലവ് ചുരുക്കിയാണ് നമ്മളിപ്പോൾ ഈ മതിലിൻ്റെ വർക്ക് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഒരു വീടുണ്ട്, അവർ ബാക്കിലോട്ട് കുറച്ച് സ്ഥലം മേടിച്ചു. അപ്പോൾ അവിടെ അതിര് കെട്ടണം. അപ്പോൾ അതിര് കെട്ടാൻ വേണ്ടി ഞങ്ങൾ ആദ്യം ഒരു 1.25 അടി 2 അടി അടുപ്പിച്ച് നമ്മൾ വാനം തോണ്ടി വെച്ചാൽ വാനം നല്ല ഉറപ്പുണ്ടായിരുന്നു. തോണ്ടിയിട്ട് അവിടെ കുറച്ച് കരിങ്കല്ല് കിടന്നു. ആ കരിങ്കല്ലൊക്കെ വാരി നമ്മൾ ഇട്ടിട്ട്, അതായത് 2 വരി 6 ഇഞ്ചിൻ്റെ 2 വരി ഹോളോ ബ്രിക്സ് 15 സെൻറ്റിമീറ്റർ വീതിക്ക് ആണ് നമ്മൾ കെട്ടുന്നത്. അപ്പോൾ അതിന് നമ്മൾ ടേപ്പ് വെച്ച് അളവ് എടുത്തതിന് ശേഷം, കോൺക്രീറ്റ് ചെയ്തതിന് ശേഷം, നമ്മൾ അതിൻ്റെ മുകളിൽ 2 വരി, അതായത് 2 വരി ഹോളോ ബ്രിക്സ് പാടയിട്ടാണ് കെട്ടുന്നത്. അപ്പോൾ ചില സ്ഥലങ്ങളിൽ ഈ പാടയിട്ട് കെട്ടുന്നു എന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവത്തില്ല. അത് ചില സ്ഥലങ്ങളിൽ അവർക്ക് മനസ്സിലായി. നമ്മൾ 20 സെൻറ്റിമീറ്റർ വീതിക്കാണ് നമ്മളിപ്പം ഹോളോ ബ്രിക്സ് കെട്ടുന്നത്. അതായത് 6 ഇഞ്ച് നിറയാണ്, അതായത് ഹോളില്ലാത്ത നിറ താവുക്ക് വെച്ചാണ് കെട്ടുന്നത്. അത് ബേസ്മെൻറ്റിന് പകരമാണ് കെട്ടുന്നത്. അപ്പോൾ ചില ആൾക്കാർക്ക് ഒരു സംശയം കാണും, ഇങ്ങനെ ചെയ്യുന്നത് ബലം കിട്ടുമോ എന്ന്. നമ്മൾ വെറും മണലിൽ ഇങ്ങനെ വെച്ച് ചെയ്തു കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ അതുകൊണ്ട് ചരിയും. അപ്പോൾ അങ്ങനെ ചെയ്യരുത്. ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ ചെയ്യണം. കാരണം വാനം വെട്ടിയതിന് ശേഷം പഴയ കരിങ്കല്ല് വല്ലതും കിടപ്പുണ്ടെങ്കിൽ കുറച്ച് കരിങ്കല്ലൊക്കെ വാരി ഇട്ടതിന് ശേഷം ഒരു 6 ഇഞ്ച് കണക്കിന്, 6 ഇഞ്ച് ഹൈറ്റിന് കോൺക്രീറ്റ് ചെയ്യണം. അപ്പോൾ 6 ഇഞ്ച് എന്ന് പറയുന്നത് 4 ഇഞ്ചായാലും കുഴപ്പമില്ല. കാരണം നല്ല ഉറപ്പുള്ള തറയാണെങ്കിൽ, ഇതിപ്പോൾ ഞങ്ങൾ ഉറപ്പുള്ള തറയാണ്ട് 4 ഇഞ്ച് കണക്കിനാണ് കോൺക്രീറ്റ് ചെയ്തത്. കോൺക്രീറ്റ് ചെയ്ത് വാട്ടർ ലെവലിന് മട്ടം എടുത്തതിന് ശേഷം ഒരു 2 വരി ഹോളോ ബ്രിക്സ് നമ്മളിങ്ങനെ പാട വെച്ച് കെട്ടുന്നുണ്ട്. അപ്പോൾ നമ്മളെ മുതലാളി വന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മുതലാളി നമ്മൾ മുതലാളിയുടെ പറഞ്ഞു, ഒറ്റ ദിവസത്തെ പണി. മുതലാളി നമ്മുടെ അടുത്ത് ചോദിച്ചത് 2 ദിവസം കൊണ്ട് തീരുമെന്നാണ് ചോദിച്ചത്. അപ്പം നമ്മൾ പറഞ്ഞു, ഒറ്റ ദിവസം, ഇന്ന് ഒരു ദിവസം കൊണ്ട് ഞങ്ങൾ തീർത്ത് തരും എന്ന് പറഞ്ഞാൽ തുടങ്ങിയത്. അപ്പോൾ മുതലാളിക്ക് അങ്ങനെ പറഞ്ഞിട്ടും ഒരു വിശ്വാസമാവാത്തത് കൊണ്ട് ഞങ്ങൾ ചെയ്യുന്നത് നല്ല രീതിയിൽ ആസ്വദിച്ച് നിന്ന് കാണുകയാണ്. ഇപ്പോൾ ഞങ്ങൾ ഏകദേശം 2 വരി വെക്കാൻ വേണ്ടി നമ്മളിപ്പം ചാന്ത് കൂട്ടുന്നത് ഇപ്പം സിമൻറ്റ് ശാലം കൂട്ടിയാണ് ഇടുന്നത്. അതായത് നമ്മൾ സാധാരണ ഹോളോ ബ്രിക്സ് കെട്ടുമ്പോൾ 6-1 ഇത് ശാല 5-1, അതായത് ബേസ്മെൻ്റ് ആയതുകൊണ്ട് 5-1 ഇട്ടതിന് ശേഷം നമ്മൾ പിന്നെ സാധാ കെട്ടും പോലെ 6 ഇഞ്ചിൻ്റെ ഹോളോ ബ്രിക്സ് നമ്മൾ ഒരു 3 വരി വയ്ക്കാനുള്ള ഹോളോ ബ്രിക്സ് ഉണ്ട്. അപ്പം ഒരു 3 വരിക്ക് നമ്മൾ 6 ഇഞ്ചിൻ്റെ ഹോളോ ബ്രിക്സാണ് വെക്കുന്നത്. അപ്പോൾ ഇതിപ്പം 3ാമത്തെ വരിയാണ് നമ്മൾ ഹോളോ ബ്രിക്സ് വെക്കുന്നത്. അപ്പം പല ആൾക്കാർക്കും സംശയം കാണും, അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ലാഭമുണ്ടോ, ലാഭം കിട്ടുമോ, ഇല്ല മതിൽ സ്ട്രോങ് ആകുമോ? ഉറപ്പായിട്ടും മതിൽ നല്ല സ്ട്രോങ് ആയിരിക്കും, വേറെ ഒന്നും പേടിക്കാനില്ല. കാരണം നമ്മളിത് വെക്കുന്നത് 6 ഇഞ്ചിൻ്റെ ഹോളോ ബ്രിക്സ് വെച്ചാണ് കെട്ടുന്നത്. അപ്പോൾ 6 ഇഞ്ചിൻ്റെ ഹോളോ ബ്രിക്സ് വെച്ച് കെട്ടുമ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു 25 അടി നീളമുണ്ട്. അപ്പോൾ 25 അടി നീളം വരുമ്പോൾ നമ്മളൊരു 3 ഫില്ലർ ഇടയ്ക്ക് കൊടുക്കുന്നുണ്ട്. 2 ഫില്ലർ അങ്ങ് അറ്റത്തും, ഒരു ഫില്ലർ സെൻറ്റർ. അപ്പോൾ സെൻറ്റർ കൊടുക്കുന്ന ഫില്ലർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹോളോ ബ്രിക്സ് ഓതുപ്പിനാണ് വയ്ക്കുന്നത്. എന്നിട്ട് വെള്ളം പോകാൻ വേണ്ടി നമ്മൾ ഇടയ്ക്കിടയ്ക്ക്, നിങ്ങൾ കാണുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഓരോ പൈപ്പും കൊടുക്കുന്നുണ്ട്. അതായത് മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളം അവിടെ തങ്ങി നിൽക്കാതെ, ഓവറായിട്ട് മഴ പെയ്യുന്നെങ്കിൽ ആ വെള്ളം ഈ ഓവ് വഴി ഇപ്പുറത്തങ്ങ് പോകും. അപ്പോൾ ഇത് ഈ കാമ്പൗണ്ടിൽ കൂടെ അങ്ങ് റോട്ടിൽ അങ്ങ് പോകും. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ കെട്ടുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴുള്ള ഉപയോഗം എന്ന് പറയുന്നത്, നമുക്ക് പണിക്കൂലി ലാഭമാണ്. അതുപോലെ തന്നെ പെട്ടെന്ന്, അതായത് 2 ദിവസത്തെ വർക്കാണെങ്കിൽ നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് വർക്ക് തീർക്കാം. കാരണം ഇത് 2 ദിവസം കൊണ്ടും ചെയ്യാം, അതേപോലെ തന്നെ ഒറ്റ ദിവസം കൊണ്ടും ചെയ്യാം. 2 ദിവസം കൊണ്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പതുക്കെ ബേസ്മെൻറ്റൊക്കെ കെട്ടി പതുക്കെ ഓരോ താവുക്ക് വെച്ച് കെട്ടി അങ്ങനെ സമയം കളഞ്ഞ് ചെയ്യാം. നമ്മളങ്ങനെയല്ല, നമ്മൾ ഒരു ദിവസം കൊണ്ട് തീർത്ത് കൊടുക്കും എന്ന് വാക്ക് കൊടുത്തത് കൊണ്ട് നമ്മൾ ആ ലെവലിലാണ് ചെയ്യുന്നത്. ഇപ്പം ഏകദേശം മണി 10 അതായത് രാവിലെ ഞങ്ങൾ തുടങ്ങിയത് സമയം ഇപ്പം മണി 10 മണിയായി. 10 മണിയായപ്പോൾ തന്നെ നമ്മൾ മതിലിൻ്റെ വർക്ക് ഏകദേശം തീരാറായി. കാരണം ഇതിപ്പം 3 വരി ഹോളോ ബ്രിക്സ് വെക്കുകയാണ്. 3 വരി ഹോളോ ബ്രിക്സ് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ ഒരു 2 വരി 4 ഇഞ്ചിൻ്റെ ഹോളോ ബ്രിക്സ്, ഇതിപ്പോൾ 4 ഇഞ്ചിൻ്റെ ഹോളോ ബ്രിക്സാണ് വെക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ വെളി സൈഡ് ഒഴുങ്കായിരിക്കും, നല്ല ഏറ്റവും ലെവലായിരിക്കും. അകത്ത് ഒരു 2 ഇഞ്ച് പത്തിരിപ്പ് കാണും.
അപ്പോൾ ആ പത്തിരിപ്പ് നമ്മൾ ചാന്തിട്ട് തേച്ച് ഒന്ന് ചരിച്ച് അങ്ങ് വിട്ടു കൊടുക്കും. വർക്കെന്ന് പറയുന്നത് നമ്മൾ ഒരു സൈറ്റിൽ അതിപ്പോൾ നമ്മളെന്നല്ല ആരായെന്നല്ല ഒരു വർക്ക് ചെയ്യുമ്പോൾ ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ഇട്ടപ്പോൾ ഒരാൾ പറഞ്ഞു ചില ആൾക്കാർ ഉടായ്പ പണി ചെയ്യും എന്ന് പറഞ്ഞു. അത് ആ ചേട്ടൻ പറയുന്നത് വളരെ സത്യമായിട്ടുള്ള കാര്യമാണ്. കാരണം ചില ആൾക്കാർ ഉടായ്പ പണി നല്ല രീതിയിൽ ചെയ്യും. പക്ഷേ ഞങ്ങൾ അങ്ങനെയല്ല. ഞങ്ങൾ ഉടായ്പ പണി ചെയ്യാത്തത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഓരോ വർക്കുകളും വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതിപ്പം എങ്ങനെ നോക്കിയാലും ക്ലയൻറ്റിന് നല്ല ലാഭം മാത്രമേ ഉള്ളൂ. കാരണം നമ്മൾ ഒരു ദിവസം കൊണ്ട് തന്നെ ഇത് ഫുൾ ഇപ്പം മതിൽ മുഴുവൻ കെട്ടി തീർത്തു. ഇനി ഇതിൻ്റെ മുകളിൽ കോപ്പിയും പിടിക്കും, അതായത് ബോർഡർ. അതാ എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ മഴയൊക്കെ പെയ്യുമ്പോൾ, നല്ല രീതിയിൽ മഴ പെയ്യുമ്പോൾ ഈ വെള്ളം ഡയറക്റ്റായിട്ട് ഈ ഏറ്റവും ടോപ്പിൽ കാണുന്ന ഹോളോ ബ്രിക്സിൽ വീഴുന്ന് കുറച്ച് നാൾ കഴിയുമ്പോൾ ആ കല്ലിൻ്റെ അവിടം വെച്ച് ഒരുമാതിരി പൊട്ടി തുടങ്ങും. അപ്പോൾ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇതുപോലെ ചാന്ത് പ്ലാസ്റ്ററിങ് ചെയ്യുന്നത്. അപ്പോൾ പ്ലാസ്റ്ററിങ് ചെയ്യുമ്പോൾ ഒരു 3 ഇഞ്ച് കനത്തിൽ നമ്മൾ ബോർഡർ കട്ട് ചെയ്യുമ്പോൾ മതിൽ ഭയങ്കര സ്ട്രോങ് ആയിട്ട് അവിടെ ഇരിക്കും. കാരണം മതിലിന് പിന്നെ വേറെ പ്രശ്നമൊന്നും വരത്തില്ല. ഈ ചെറിയ വെള്ളം, ചെറുതായിട്ട് വെള്ളം ഹോളോ ബ്രിക്സിൽ പിഴയത്തേ ഉള്ളൂ. അല്ല ഡയറക്റ്റായിട്ട് തൂക്കിന് ഈ മേൽ ടോപ്പിൽ വിടുമ്പോഴാണ് ഈ ചില മതിൽ കാണുമ്പോൾ അറിയാം മേളിൽ നിന്ന് കല്ല് ഇങ്ങനെ പൊട്ടി പോകും. ഇപ്പം അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ ചെയ്ത് ഇതാവുമ്പോൾ നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കും. എന്നിട്ട് ഇതുപോലെ വാട്ടർ കട്ടിങ് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വർക്ക് കാണാൻ നല്ല നീറ്റുമായിരിക്കും. ക്ലയൻറ്റിനും സന്തോഷം, പണി ചെയ്താൽ ഞങ്ങൾക്കും സന്തോഷം. കാരണം ഞങ്ങൾ ആദ്യമേ പറഞ്ഞിരുന്നു ഒറ്റ ദിവസം കൊണ്ട് ഞങ്ങൾ കെട്ടി തീർത്ത് പ്ലാസ്റ്ററിങ് മേളിൽ ടോപ്പ് ചാന്തിട്ട് ചെയ്യുമെന്ന്. നമുക്ക് ഈ വർക്ക് കഴിഞ്ഞതിന് ശേഷം വേറെ കുറച്ച് മെയിൻ്റനൻസും കൂടി ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ അതും കൂടി ചെയ്ത് കൊടുത്തു. ഇപ്പോൾ നമ്മൾ ഈ വാട്ടർ കട്ടിങ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ നല്ല മഴക്കോൾ വരുന്നുണ്ട്, അതായത് ഇടി വെട്ടുന്നുണ്ട്. അപ്പോൾ ആ ശബ്ദം നിങ്ങൾക്ക് ഇത് കേൾക്കാൻ പറ്റും. കാരണം എനിക്ക് ആ സമയത്ത് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ പിന്നീടാണ് ഇത് വോയിസ് റെക്കോർഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ ഇടി വെട്ടുന്ന സൗണ്ട് കേൾക്കാൻ പറ്റാത്തത്. ഇപ്പോൾ നമ്മളെല്ലാം പ്ലാസ്റ്ററിങ് ചെയ്തതിന് ശേഷം ഒരു മഴ പെയ്യുമെന്ന് നമുക്ക് അറിയാമെന്നുള്ളത് കൊണ്ട് നമ്മൾ അവിടെ കുറച്ച് ഷീറ്റ് കിടന്നു. അപ്പോൾ ആ ഷീറ്റൊക്കെ എടുത്ത് ഇതിപ്പോൾ കംപ്ലീറ്റും പ്ലാസ്റ്റർ ചെയ്ത് കഴിഞ്ഞു, കംപ്ലീറ്റും ചെയ്ത് തീർന്നു. എന്നിട്ട് ഏറ്റവും ടോപ്പിൽ കുറേ ഷീറ്റ് മാറി ഇട്ടു. കാരണം മഴ പെയ്താലും നനയരുത്. അപ്പോൾ ഈ വർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യും.